ചൈതന്യ, നമ്മളൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് എപ്പോഴും അടിത്തട്ടിലോട്ട് ഇറങ്ങി രാഷ്ട്രീയം സംസാരിക്കണം എന്ന് പറയില്ലേ? ജനങ്ങളെ നേരിട്ട് പോയി കേൾക്കണം, അതും അടിസ്ഥാന വർഗത്തോട് സംസാരിക്കണം. അതെ, അതിപ്പോൾ രാഷ്ട്രീയമാണെന്നുണ്ടെങ്കിലും അതല്ല ഏതെങ്കിലും സാമൂഹിക പ്രശ്നമാണെങ്കിലും ആ ഒരു പ്രദേശത്തെ പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ അതിനെപ്പറ്റി കൃത്യമായി സംസാരിക്കുന്നത് അവിടുത്തെ ഈ അടിസ്ഥാന വർഗം തന്നെ ആയിരിക്കും. അപ്പോൾ കുറച്ച് തൊഴിലാളികളുണ്ട് നമുക്കൊപ്പം. ഒരു നാടിൻ്റെ എല്ലാ പൾസും അറിയുന്നത് ആർക്കായിരിക്കും? ആ നാട്ടിലെ ഒരു ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കായിരിക്കും. തീർച്ചയായിട്ടും. അതിൽ തന്നെ ചില ഓട്ടോറിക്ഷ തൊഴിലാളികൾ സ്ഥാനാർത്ഥികളാകുമ്പോഴോ ഒന്ന് ആലോചിച്ചു. രാഷ്ട്രീയം പറയുന്നത് കുറച്ചുകൂടി കനത്തിലായിരിക്കും. പ്രദേശത്തെ പ്രശ്നം എന്താണെന്ന് ചേട്ടനോട് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാദേശികമായിട്ടുള്ള ആ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ചേട്ടൻ എന്ത് പറയും? ഈ നാടിന്റെ പ്രശ്നം നമ്മുടെ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ഈ ഓട്ടോറിക്ഷ തൊഴിലാളി. ചേട്ടാ പേരെന്താ? TV മൂസ, മൂന്നാം വാർഡ് കുറ്റ്യാട്ടൂർ പഞ്ചായത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി UDF-ൻ്റെ കോൺഗ്രസിൻ്റെ. നിങ്ങൾ ഇപ്പം ഓട്ടോറിക്ഷ തൊഴിലാളി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 2014 മിനിമം ചാർജ് 30 റുപ്യാക്കി തന്നത്. നിങ്ങൾ ഈ ഷർട്ട് എന്താ മാറ്റാഞ്ഞിന്? ഈ കോട്ടൺ ഷർട്ട് കളറേജ് ഈ 2014 30 രൂപ മിനിമം ചാർജ് ആ സമയത്ത് ഇപ്പം 11 കൊല്ലം കഴിഞ്ഞ് ഇപ്പം നമ്മൾ മിനിമം ചാർജ് 30 റുപ്യൻ്റെ ഉള്ളത്. അതായത് അന്ന് ടാക്സും ഇൻഷുറൻസ് 4200 രൂപ, ഇന്ന് 12000 രൂപ ഇൻഷുറൻസ്. എത്ര? 12000 രൂപ. അന്നെന്ന് വെച്ചാൽ നമുക്ക് ടാക്സും മറ്റേ ഇൻഷുറൻസിൻ്റെ പൈസ, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പൈസ ഇന്നലെ 4 ഇരട്ടി കൂടിയിട്ടുള്ളത്. ഒന്നല്ല 4 ഇരട്ടി കൂടിയിട്ടുള്ളത്. ഞങ്ങളെ മിനിമം ചാർജ് എത്ര? 30 രൂപ. ആരും പരസ്പരം കോൺഗ്രസ്സുകാരനെ കുറ്റപ്പെടുത്തേണ്ട, ഒരു CPM-കാരനും ഇവിടെ കുറ്റപ്പെടുത്തണം. നമുക്കിപ്പോൾ ഇടതുപക്ഷത്തിൽ മാങ്ങോട്ടത്തിൻ്റെ പ്രശ്നമില്ല. മാങ്ങോട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമായിട്ട് എനിക്ക് തോന്നിയില്ല. അവനെന്തോ ചെയ്തോട്ടെ, അവനെ വിടുക. അത് നമ്മൾ തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ രാഹുൽ മാങ്കോട്ട ഒരു വിഷയമല്ല. ഇവിടെ ചിലവർ പറയുന്നോട്ട് ഈ ജനാധിപത്യവും സ്വാതന്ത്ര്യവും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇന്ന്. അത് അവർ ഈ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്നറിയില്ല. ഞങ്ങൾ മേടിക്കുന്ന സാധാരണ അരി, കുറുവ അരിക്ക് 52 രൂപ, 2014 18 രൂപ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 100% മടങ്ങി നിത്യോപസാധന വിലക്കയറ്റത്തിൽ പിടിച്ചേക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഈ പൈസ ഒന്ന് കൂട്ടിത്തരത്തിലുള്ള ഒരു അപേക്ഷയുണ്ട്, സർക്കാരിനെ അറിയിക്കണം. പിന്നെ വേറെ ഒരു കുഴപ്പമൊന്നും ഇവിടില്ല. ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനൊന്നുമില്ല. ഇടതുപക്ഷമാണ് നേരത്തെ ഭരിച്ചുകൊണ്ടിരുന്നത്. അത് നല്ല ഭൂരിപക്ഷത്തിന് 1-2 സീറ്റാണ് UDF-നുള്ളത്. ഇപ്രാവശ്യവും അതിൽ കൂടുതൽ സീറ്റ് നേടി മുഴുവൻ സീറ്റും പിടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. നല്ല പ്രദേശമാണ്, നല്ല ജനങ്ങളാണ്. അതുമറിച്ച് സാധാരണക്കാർക്ക് മുക്കിലും മൂലയിലും ഓരോ വ്യക്തിക്കും പേഴ്സണലി ഓരോന്ന് തിരിച്ചു കൊടുക്കാൻ പറ്റിയെന്ന് ചിലപ്പോൾ അതിൽ ചിലപ്പോൾ ആകപ്പഴികളുണ്ടാവും. അതെല്ലാം ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകാന്നുള്ളതല്ലാതെ ഈ ഭരണത്തെ മുഴുവൻ അടിച്ചാക്ഷേപിക്കുവാനോ അതിനൊന്നും ഞാനില്ല. മുതലാളിമാർക്ക് പൈസ കൂടിയാലും പ്രശ്നമില്ല, അവരുടെ പൈസ ഒന്നിനും കൂടുന്നില്ല. തൊഴിലാളി നിശ്ചയ താഴെക്കടയിലുള്ള ആക്കാന്ന് ഇപ്പോൾ ജീവിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇലക്ഷൻ ഓൺ വീൽസ് ഇവിടെ നിന്ന് ഇങ്ങനെ യാത്ര ഇങ്ങനെ തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കൂടുതൽ സ്ഥലങ്ങളിലെ കൂടുതൽ ഇലക്ഷൻ വാർത്തകളും ഇലക്ഷൻ ചൂടും ഒക്കെ അറിയാനായിട്ട് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ടിൽ ദെൻ